ലോങ് ലീവിന് നാട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ടോ? 4 മാസം നിൽക്കാം എന്ന് കരുതുന്നുണ്ടോ? ഒരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ നിങ്ങൾക്ക് നല്ല വാടക വരുമാനവും ഉണ്ടോ? NRO അക്കൗണ്ടിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടോ? ഒരു പ്ലോട്ടോ വീടോ കേരളത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം ഒരു പുതിയ ടാക്സ് നിയമം നിങ്ങൾക്ക് ബാധകമായിട്ടുണ്ട്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ചിലരെയൊക്കെ ഇത് ബാധിക്കും. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഗൾഫിൽ ടാക്സ് ഇല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഗൾഫിൽ ജോലി ചെയ്യുന്ന മലയാളികളുടെ സാലറി മുഴുവനും കയ്യിൽ കിട്ടുന്നത്. ആ സാലറിക്ക് ഇന്ത്യയിൽ ടാക്സ് ഇല്ല, ഗൾഫിലും ടാക്സ് ഇല്ല. ഇത്രയും കാലം ഇതിങ്ങനെ തന്നെയായിരുന്നു. ഇനി ഇതിനൊരു ട്വിസ്റ്റ് വന്നിട്ടുണ്ട്. ഇക്കാര്യം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അർപ്പണ സംസാരിക്കുന്നു. ഒരു വ്യക്തിക്ക് ഇന്ത്യയിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുമോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വർഷത്തെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു വ്യക്തി ഇന്ത്യയിൽ എത്ര ദിവസം താമസിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടാക്സ് റെസിഡൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ രാജ്യത്ത് നിന്ന് കിട്ടിയിട്ടുള്ളൊരു പെർമനൻറ്റ് റെസിഡൻസി വിസ ഉണ്ട് എന്നുള്ളതുകൊണ്ട് മാത്രം അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് റെസിഡൻ്റ് ആവാതിരിക്കുന്നില്ല. ഇന്ത്യയിൽ ടാക്സ് റെസിഡൻ്റ് ആയൊരു വ്യക്തിക്ക് ഗ്ലോബൽ ഇൻകം, അതായത് ലോകത്ത് എവിടെ ഏൺ ചെയ്ത ഇൻകം ആണെങ്കിലും അതിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം ഇന്ത്യയിൽ നോൺ റെസിഡൻ്റ് ആയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഇന്ത്യയിൽ ഏൺ ചെയ്യുന്ന ഇൻകത്തിന് മാത്രമേ ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതായത് ഇന്ത്യയിൽ വല്ല വാടക ഇൻകമോ അദ്ദേഹത്തിൻ്റെ FDയുടെ മേലെ കിട്ടുന്ന ഇൻട്രസ്റ്റോ അദ്ദേഹത്തിന് ഷെയർ ട്രേഡിങ്സ് വഴി ഉത്ഭവിക്കുന്ന ലാഭത്തിൻ്റെ പുറത്തൊക്കെ ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന ഇൻകം ആണെങ്കിൽ അതിന് ഇന്ത്യയിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റൊരു പ്രധാന കാര്യം ഡീംഡ് റെസിഡൻസിയാണ്. കേന്ദ്ര സർക്കാർ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഗൾഫിലാണ്, ശരി, പക്ഷേ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ഇൻകം ഉണ്ടോ? ഉണ്ടെങ്കിൽ ആ ഇൻകം നിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് ടാക്സ് അടയ്ക്കുന്നുണ്ടോ? കേരളത്തിൽ നിന്ന് വാടക, NRO FDയിലെ പലിശ, ഓഹരി വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്, ഇതൊക്കെ കൂട്ടിയാൽ വർഷം 15 ലക്ഷം രൂപ കടന്നാൽ ഗൾഫിൽ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യ ഇനി നിങ്ങളെ ഇന്ത്യയുടെ ടാക്സ് റെസിഡന്റായി കണക്കാക്കും. ചാർട്ടേഡ് അക്കൗണ്ടിംഗ് ഫേമായ അർപ്പണ അസോസിയേറ്റ്സ് കൃത്യമായി ഇതിന് വിശദീകരണം നൽകുന്നു. നമുക്ക് കേൾക്കാം. ഇന്ത്യൻ സിറ്റിസൺ ആയൊരു വ്യക്തി ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ വേറെ ഏതൊരു രാജ്യത്തും ടാക്സ് റെസിഡൻ്റ് ആവാതിരിക്കെ അതേസമയം ആ വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പം അത് റെൻ്റൽ ഇൻകം ആവാം, FD ഇൻട്രസ്റ്റ് ആവാം, ഷെയർ ട്രേഡിംഗ് എന്നുള്ള പ്രോഫിറ്റ് ആവാം, അദ്ദേഹം പാർട്ട് ടൈം ആയിട്ട് ഇന്ത്യയിൽ വല്ല ജോലിയും ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടിയ സാലറി ആവാം, ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ആവാം. ഇതെല്ലാത്തിൻ്റെയും ആഗ്രിഗേറ്റ് 15 lakhs ക്രോസ് ചെയ്യുകയും ചെയ്താൽ ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഡീംഡ് റെസിഡൻസി വളരെ ടെക്നിക്കലായ ഒരു ടോപ്പിക്കാണ്. ഒരു പെർട്ടിക്കുലർ വ്യക്തി ഒരു നോൺ റെസിഡൻ്റ് ആയിരിക്കും, അദ്ദേഹം റെസിഡൻ്റ് ആയിരിക്കുന്ന കൺട്രിയിൽ ടാക്സ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് ഡീംഡ് റെസിഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ ഞാൻ NRI അല്ലേ, എന്നെ ബാധിക്കില്ലേ ഇത് തോന്നാം. ബാധിക്കും. ഇതാണ് ഈ നിയമത്തിന്റെ കോർ. NRI സ്റ്റാറ്റസ് നോക്കിയല്ല ഇവിടെ തീരുമാനമാകുന്നത്. ഗൾഫിൽ ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ഇന്ത്യയിൽ ഇൻകം ഉള്ള ഗൾഫ് മലയാളികൾ ഈ റൂളിന്റെ കൃത്യമായ ടാർഗറ്റ് ആണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ 182 ദിവസത്തിൽ കൂടുതൽ നിന്ന ടാക്സ് റെസിഡന്റ് ആകുമെന്നതാണ് പഴയ നിയമം. ഇപ്പോൾ ഒരു അഡീഷൻ ഉണ്ട്. കേരളത്തിൽ 15 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം ഉള്ള ഒരു ഗൾഫ് NRIക്ക് ഈ ഫിനാൻഷ്യൽ ഇയറിൽ 120 ദിവസം ഇന്ത്യയിൽ ചെലവഴിച്ചാൽ, കൂടാതെ കഴിഞ്ഞ 4 വർഷത്തിൽ ആകെ 365 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ RNOR ആകും. ചാർട്ടേഡ് അക്കൗണ്ട് അർപ്പണ ഈ വിഷയത്തിൽ വിശദീകരണം നൽകുന്നു. നമുക്കൊന്ന് കേൾക്കാം. ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയിൽ നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മിഡിൽ ഈസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്, ഇന്ത്യയിൽ എനിക്ക് ജോലിയൊന്നുമില്ല, അപ്പം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ടാക്സ് ലയബിലിറ്റി വരുമോ? ഞാനൊരു നോൺ റെസിഡൻ്റ് അല്ലേ? അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻകം എവിടെയാണ് ഒറിജിനേറ്റ് ആവുന്നത്, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ആ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്? ഈ 2 ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലെ ഇൻകം ടാക്സ് ലയബിലിറ്റി തീരുമാനിക്കപ്പെടുന്നത്. അപ്പം റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ അത് ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് അല്ല. ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് അത് ആ കൺട്രി കൊടുക്കുന്നതാണ്. ടാക്സ് റെസിഡൻസിക്ക് വേണ്ടി നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കണം. ഒരു വ്യക്തി ഒരു വർഷം നോൺ റെസിഡൻ്റ് ആയി എന്ന് പറഞ്ഞാൽ അതൊരു പെർമനൻറ്റ് ലേബലും അല്ല. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ഓരോ വർഷവും ഇന്ത്യയിൽ അദ്ദേഹം എത്ര ദിവസം താമസിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം.
ഇനി ഒരു ചോദ്യം, ഇതൊന്നും അറിയാതെ ഇത്ര കാലം ഇരുന്ന ആൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ഒന്നാമതായി, ഈ ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയിലുള്ള ഡേയ്സ് കൗണ്ട് ചെയ്ത് നോക്കുക. പാസ്പോർട്ട് സ്റ്റാമ്പ്, ടിക്കറ്റ് ബുക്കിംഗ് ഇതൊക്കെ റെക്കോർഡാണ്. 120-അടുത്താണ് ദിവസം നിൽക്കുന്നതെങ്കിൽ ഒരു CAനോട് ഇപ്പോഴേ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കണം. രണ്ടാമതായി, കേരളത്തിലുള്ള ഇൻകം സോഴ്സ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കണം. വാടക, NRO അക്കൗണ്ട് പലിശ, ഓഹരി പ്രോഫിറ്റ് 15 ലക്ഷം തികയുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഡീംഡ് റെസിഡന്റിന്റെ റൂളിന്റെ സ്കോപ്പിൽ ആണുള്ളത്. ഒരു ടാക്സ് അഡ്വൈസർ ഇത് റിവ്യൂ ചെയ്യുന്നത് നന്നായിരിക്കും. മൂന്നാമതായി, NRI അക്കൗണ്ടിലെ FDയിലുള്ള പലിശ ടാക്സ് ഫ്രീ ആണ്. NRO അക്കൗണ്ടിലേത് ടാക്സബിൾ ആണ്. ഇതൊരു ബേസിക് പോയിന്റ് ആണ്, പക്ഷെ പലരും ഇത് മിസ് ചെയ്യുന്നുണ്ട്. വെക്കേഷൻ കൃത്യമായി പ്ലാൻ ചെയ്താൽ ടാക്സ് ട്രാപ്പ് ഒഴിവാക്കാൻ സാധിക്കും. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഒരു സെബി രജിസ്ട്രേഡ് അഡ്വൈസറുമായി സംസാരിക്കുക.